Morning. Chapter Hospital Administration. Chapter third module 13th chapter. Okay, ഇത് കൂടി കഴിഞ്ഞാൽ തേർഡ് മൊഡ്യൂളിലെ നമ്മുടെ ചാപ്റ്റർ കഴിയും. ഇനി നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കിടക്കും. അവിടെ നമുക്ക് 3 ചാപ്റ്റർ ആണ് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അത് ഞാൻ അങ്ങനെ പറയാം കേട്ടോ. ഇന്ന് നമുക്ക് ഈ ചാപ്റ്റർ കൊണ്ട് തീരേണ്ടതാണ്. ഓക്കെ, തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആട്ടോ, 13ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. അതിനകത്ത് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ എവിടേക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ജോലി ചെയ്യാമെന്നുള്ളത്. ഡിസൈഡ് ടു ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന് പുറമെ കേട്ടോ, ഹോസ്പിറ്റലിന് പുറമെ. Okay, in beside the hospital, which may range from small community hospital to massive multi-hospital system, this healthcare administrator may also work for. അപ്പോൾ ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വരെയുള്ള ഹോസ്പിറ്റലിന് പുറമെ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ കാണുന്ന പൊസിഷനിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ആണ്. പുനരധിവാസ സൗകര്യങ്ങളിൽ അവിടെ അവർക്ക് വർക്ക് ചെയ്യാം. ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്, ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ എന്താ, കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്, നമ്മൾ പുറമെ വെച്ച് കൊടുക്കുന്ന കെയർ, ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിൽ കൊടുക്കുന്ന കെയർ, ആംബുലേറ്ററി കെയർ സർവീസ് സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ്, പല പല ഡോക്ടർമാരൊക്കെ ചേർന്ന് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതി, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസിൽ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ എന്റർടൈൻമെന്റും കൂടി കൊടുക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ഹോസ്പിറ്റൽ സെന്റേഴ്സ് അല്ലെ. അവിടെ എൻഡ് സ്റ്റേജിലെത്തിയവര് അവർക്ക് ട്രീറ്റ്മെന്റിനല്ല മുൻഗണന കൊടുക്കുന്നത്. ഇനിയുള്ള അവരുടെ അവസാന നാളുകളിൽ അവർക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിനാണ് എന്റർടൈൻമെന്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. പിന്നെ അടുത്ത ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്, ഔട്ട് പേഷ്യന്റ് ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം. ഫിസിഷ്യൻ ഓഫീസുകളിൽ വർക്ക് ചെയ്യാം. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് ലോങ് ടൈം കെയർ കൊടുക്കുന്ന സ്ഥലങ്ങൾ, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസിൽ ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. പിന്നെ മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, നിയന്ത്രിത പരിചരണ സംഘടനകളിലും വർക്ക് ചെയ്യാം. അപ്പൊ ഹോസ്പിറ്റലിന് പുറമെ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ജോലി ചെയ്യാം. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലായിരുന്നോ? ഇവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? യെസ്. നെക്സ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് എ larger facility may work in specific clinical area like cardiology, surgery, neurology, obstetrics, പ്രസവ ചികിത്സ ആൻഡ് നെഫ്രോളജി. അപ്പോൾ വലിയ ലാർജർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക്, ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ഏതൊക്കെയാ? കാർഡിയോളജിയില്, സർജറിയില്, ന്യൂറോളജിയില്, ഒബ്സ്ട്രിറ്റിക്സ് ആൻഡ് നെഫ്രോളജിയിലൊക്കെ ഇങ്ങനെയുള്ള പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യാൻ പറ്റും ലാർജർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക്. എന്നാൽ സ്മോളർ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് സ്മോളർ ഫെസിലിറ്റീസ്, സ്മോളർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് may supervise the different departments. അവർക്ക് എന്താ, പല ഡിപ്പാർട്ട്മെന്റുകളും സൂപ്പർവൈസ് ചെയ്യലാണ്. Then different departments like ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ, അവിടുത്തെ ഉദ്യോഗസ്ഥരെയും അവിടുത്തെ ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ലാർജർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് may work in specific clinical areas like എവിടെയൊക്കെയാ? കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്ട്രിറ്റിക്സ് ആൻഡ് നെഫ്രോളജി.
സ്മോൾ ഫെസിലിറ്റിയിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാർക്ക് സൂപ്പർവൈസ് എന്താ പല ഡിപ്പാർട്ട്മെന്റുകളും അവർക്ക് സൂപ്പർവൈസ് ചെയ്യാം. ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി നെക്സ്റ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത് അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Just a few of the titles hospital administrator may possess includes. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ പൊസിഷനുകൾ നിർവഹിക്കാൻ പറ്റും കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഇവിടെ കുറെ പോയിന്റ്സ് ഇട്ടിട്ടില്ലേ? ഈ പൊസിഷനുകൾ ഒക്കെ അവർക്ക് നിർവഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. ഈ പൊസിഷനുകൾ അവർക്ക് നിർവഹിക്കാൻ പറ്റും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ പൊസിഷൻസ് നിർവഹിക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതിന്റെ മൂന്നിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ പൊസിഷൻ നിർവഹിക്കാം. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, സിഒഒ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, സിഎഫ്ഒ, അതിന്റെ മൂന്നിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കാം. ഇതില് നിങ്ങൾ ഇത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട. ഇതിനകത്ത് ഏതൊക്കെ പൊസിഷനുകൾ നിർവഹിക്കാം. ഇതിനകത്ത് ഈ തന്നേക്കുന്ന ലിസ്റ്റിലല്ലാത്ത എക്സ്ട്രാ വേറെ ഏതെങ്കിലും കാര്യമാണെങ്കിൽ അതൊന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനുകൾ നിർവഹിക്കാം എന്നുള്ളത് ആ പൊസിഷന്റെ മാത്രം നോക്കിയാൽ മതി. ഇതിന്റെ എക്സ്ട്രാ നോട്ട് ഒന്നും തരുന്നില്ല എന്നുവെച്ചാൽ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാൻ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് കുറെ ഓവർലോഡ് ആയിട്ട് തരുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ പുറമേനെ ഏതെങ്കിലും ഒന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. അതിലൊരു 2-3 പ്രാവശ്യം നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കാം കേട്ടോ. ഏതൊക്കെ പൊസിഷനുകള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നിർവഹിക്കാം? ഇതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, സിഎഫ്ഒ. മൂന്നിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത് നോക്കിയ ഫോർത്ത് വൺ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, associate executive director, then director of human resource management ഒക്കെ നിങ്ങൾ പഠിച്ചല്ലേ? director of human resource എല്ലാ കാര്യങ്ങളും ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ ജീവനക്കാരെയും മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഹ്യൂമൻ റിസോഴ്സ്, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, then recruitment specialist, vice president of quality, quality vice president, hospital operation administrator, complaints educator or complaints trainer എന്നും പറയാം കേട്ടോ. അവിടെ complaints educator or complaints ട്രെയിനർ. കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്, ലീഡ് ട്രെയിനിങ് ആൻഡ് പ്രോഗ്രാംസ് ടു ഹെൽപ്പ് ദ എംപ്ലോയീസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങും പ്രോഗ്രാമും ഒക്കെ സംഘടിപ്പിക്കുന്നതാണ്. അവിടുത്തെ ഹോസ്പിറ്റലിലെ ലോസ്, റെഗുലേഷൻസ്, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ട്രെയിനിങ്, ഒരു പരിശീലനം ഒക്കെ കൊടുക്കുന്നതാണ്. അതാണ് കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത്. പാലിക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഒക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ, ഡയറക്ടർ ഓഫ് നേഴ്സിംഗ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, then assistant director of finance assistant director. അടുത്ത് നോക്കിയേ, ലാസ്റ്റ് ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്. അതൊരു പോയിന്റ് ആട്ടോ. ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് അത്രയും മതി. അതായത് ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് സർവീസിന്റെ ഡയറക്ടർ.
അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസസ്. ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ്. അപ്പൊ ഇത്രയും പൊസിഷനുകളില് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നിർവഹിക്കാം. കേട്ടോ, ഇത്രയും സ്ഥാനങ്ങള്, ഇത്രയും പൊസിഷനുകള് നിർവഹിക്കാം. ഒന്ന് ജസ്റ്റ് എല്ലാവരും എന്നോട് ഒന്ന് വേഗം വായിക്കാം. പ്രസിഡന്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, Director of Human Resources, Recruitment Specialist, Vice President of Quality, Hospital Administrator, Operation Administrator, Complaints Educator, Director of Nursing, Director of Clinical Operations, Assistant Director of Finance, Director Population Health, Director Patient Care Services. ഇത്രയും പൊസിഷനുകൾ നിർവഹിക്കാം. ഇനി അടുത്ത ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, നോക്കിയേ ഫങ്ഷൻസ്. ഫസ്റ്റ് വരുന്നത് നോക്കിയേ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചല്ലേ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആളുകളെയൊക്കെ ജീവനക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഡയറക്ടിങ്, പ്ലാനിങ്, കൺട്രോളിങ്, അങ്ങനെയുള്ളതൊക്കെ എല്ലാ ഇതും മാനേജ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അത് അദ്ദേഹത്തിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. അടുത്ത നോക്കിയേ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻസ് ഫംഗ്ഷൻ. ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ. പബ്ലിക്കുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. രണ്ട് പാർട്ടീസിനും ഓർഗനൈസേഷനും പബ്ലിക്കിനും ഈക്വൽ ആയിട്ട് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ പബ്ലിക്കുമായിട്ട് നല്ലൊരു ബന്ധം ആ ഒരു ഓർഗനൈസേഷന് വേണം. പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻസ് ഫംഗ്ഷൻ. പിന്നെ അടുത്ത് നോക്കിയേ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസികള് ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? രൂപപ്പെടുത്തുക. ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതൊരു ഫുൾ സ്റ്റോപ്പ് ഇടാട്ടോ. പോളിസികള് രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കലും, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. പോളിസികള് രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അടുത്ത നോക്കിയേ നെക്സ്റ്റ് സെന്റൻസ് ഇൻഷുർ. ഇൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പാക്കുക, ഉറപ്പുവരുത്തുക. കംപ്ലീറ്റ്സ് വിത്ത് ലോസ്. റൂൾ ആണ് കേട്ടോ അത്. റൂൾസ്, RULES, റൂള്, നിയമങ്ങള്. റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. ഇവിടെ ലോസ്, റൂൾസ്, റെഗുലേഷൻസ്, എത്തിക്സ് ഇതൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. അവിടെ ഹോസ്പിറ്റലില് ലോസ്, റൂൾസുകള്, റെഗുലേഷൻസ്, എത്തിക്സ് ഇതെല്ലാം അവർ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. അടുത്ത നോക്കി, അടുത്ത പോയിന്റ് ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. ഹോസ്പിറ്റലിനെ ഒരു നിയമപരമായിട്ടുള്ള പ്രതിനിധി ആയിട്ട് പ്രവർത്തിക്കുക. ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. Then the hospital administrator is accountable to make sure that hospital is abiding. Abiding എന്ന് വെച്ചാൽ എന്താ? പാലിക്കുക. Abiding, പാലിക്കുക. By the government rules and whether all the statutory needs are met. Statutory എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള, നിയമാനുസൃതമായിട്ടുള്ള, statutory നിയമാനുസൃതമായിട്ടുള്ള എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റലില്
The hospital administrator is accountable. എന്തിന് ഉത്തരവാദിത്തമുണ്ട്? To make sure that hospital is abiding by the government rules. എല്ലാ ഗവൺമെന്റ് റൂളുകളും ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഉത്തരവാദിത്തമാണ്. അബൈഡ് ചെയ്യാന്ന് വെച്ചാൽ പാലിക്കുക. ഹോസ്പിറ്റലില് എല്ലാ ഗവൺമെന്റ് റൂളുകളും നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്. ആൻഡ് അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വെദർ ഓൾ ദ സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ് ആർ മെറ്റ്. എല്ലാ ആവശ്യകതകളും സ്റ്റാറ്റ്യൂട്ടറി എന്ന് വെച്ചാൽ നിയമാനുസൃതമായിട്ടുള്ള മീനിങ്, നിയമാനുസൃതമായിട്ടുള്ള എല്ലാ നീഡ്സും അത് അവര് പാലിക്കുന്നുണ്ട്. എല്ലാം നിയമാനുസൃതമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്. The hospital administrator is accountable to make sure that hospital is abiding by all the government rules and whether all the statutory needs are met. എല്ലാ ഗവൺമെന്റ് റൂളുകളും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ എല്ലാ നിയമാനുസൃതമായിട്ടുള്ള ആവശ്യങ്ങളും പാലിക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്. അക്കൗണ്ടബിൾ ഉത്തരവാദിത്വം. അടുത്ത് നോക്കിയേ, has the responsibility to supervise all the activities in the hospital. Has the responsibility to supervise all the activities in the hospital. ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കേണ്ട ചുമതല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. Have the responsibility to supervise all the activities in the hospital. Hospital overall activities. ഹോസ്പിറ്റലിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ട്. Should make sure that all staffs are aware of the hospital mission, vision and objectives. Mission എന്ന് വെച്ചാൽ ദൗത്യം, വിഷൻ കാഴ്ചപ്പാട്, ലക്ഷ്യങ്ങള്, ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങള്, വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാട്. ഹോസ്പിറ്റലിന്റെ എല്ലാ ജീവനക്കാരും, ഹോസ്പിറ്റലിലുള്ള എല്ലാ ജീവനക്കാരും ഹോസ്പിറ്റലിന്റെ വിഷൻ അവരുടെ ലക്ഷ്യങ്ങള് അതിനെ കുറിച്ചൊക്കെ ഒരു അവെയർ, ഒരു ബോധവാന്മാരാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റാഫുകൾക്ക് ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങള്, വിഷൻ കാഴ്ചപ്പാട്, ദൗത്യങ്ങള് ഇതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഉത്തരവാദിത്വമാണ്. അവർക്ക് വേണ്ട സ്റ്റാഫുകൾക്ക് ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് അത് അവയർനെസ് കൊടുക്കണം, അതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള് എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. പിന്നെ അടുത്ത് നോക്കിയേ, ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ. എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക, ഹോസ്പിറ്റലിൽ നടത്തുക. ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും നടപ്പിലാക്കുക. പോയിന്റ് കിട്ടിയോ? ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും നടപ്പിലാക്കുക. അടുത്ത് നോക്കിയേ, മാപ്പ് ഔട്ട് മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയർ ആൻഡ് എൻഷുർ ദെയർ ഇംപ്ലിമെന്റേഷൻ. മാപ്പ് ഔട്ട് എന്ന് വെച്ചാൽ ഫോർമുലേറ്റ് എന്നുള്ള മീനിങ് കേട്ടോ, രൂപപ്പെടുത്തുക. മാപ്പ് ഔട്ട്, ഫോർമുലേറ്റ്, രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയർ. എല്ലാ നിയമപരമായിട്ടുള്ള റൂളുകള്, പ്രധാനപ്പെട്ട റൂളുകള്, റെഗുലേഷൻസ്, പ്രൊസീജിയർ, നടപടിക്രമങ്ങള് എല്ലാം രൂപപ്പെടുത്തുക. ആൻഡ് എൻഷുർ ദെയർ ഇംപ്ലിമെന്റേഷൻ. എന്ത് ചെയ്യുക? അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെ?
ഇംപ്ലിമെന്റേഷൻ അത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. എല്ലാ റൂൾസും റെഗുലേഷൻസും പ്രൊസീജിയറും രൂപപ്പെടുത്തുകയും അവ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ആൻഡ് എൻഷുർ ദ ഇംപ്ലിമെന്റേഷൻ. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക, അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കിയേ. Make sure that rules formulated are within the hospital's policy. എല്ലാ റൂൾസും ഫോർമുലേറ്റ് ചെയ്ത എല്ലാ റൂൾസും എല്ലാ രൂപീകരിച്ച നിയമങ്ങളും ഹോസ്പിറ്റലിലെ പോളിസിയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Make sure that the rules formulated are with the hospital policies. അപ്പൊ നമ്മള് ഫോർമുലേറ്റ് ചെയ്ത എല്ലാ റൂളുകളും ഹോസ്പിറ്റലിലെ പോളിസി, ഹോസ്പിറ്റലിലെ നയങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്ന് ഉറപ്പുവരുത്തുക. നയങ്ങളിൽ ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയി റിലേഷൻ. എന്തിനു ഉത്തരവാദിത്തമുണ്ട്? അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തം. എന്തിനാ? ഫോർ ഗുഡ് എംപ്ലോയി റിലേഷൻ, നല്ല എംപ്ലോയി റിലേഷൻഷിപ്പ്, അതിന് ഉത്തരവാദിത്വമുണ്ട്. അത് നിലനിർത്തുന്നതിന് ഉത്തരവാദിത്വമുണ്ട്. നല്ല എംപ്ലോയീസ് റിലേഷൻ ഇതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. നെക്സ്റ്റ് നോക്കിയേ. വർക്സ് അറ്റൻറ്റീവ്ലി വിത്ത് ദ അതർ എക്സിക്യൂട്ടീവ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ലൈക്ക് ദ മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട്. മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് തുടങ്ങിയ ഹോസ്പിറ്റലിലുള്ള മറ്റു എക്സിക്യൂട്ടീവുകളുമായിട്ട് ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യുക. വർക്സ് അറ്റൻറ്റീവ്ലി വിത്ത് ദ അതർ എക്സിക്യൂട്ടീവ്സ്, മറ്റുള്ള ഹോസ്പിറ്റലിലെ എക്സിക്യൂട്ടീവുകളുമായിട്ട് എന്താ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, അവരുമായിട്ട് സഹകരിച്ച് തന്നെ ജോലി ചെയ്യുക. in the hospital like ഏതൊക്കെയാ? മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് തുടങ്ങിയ മറ്റുള്ള എക്സിക്യൂട്ടീവ്സുകളുമായിട്ട് ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യുക, അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. ഉണ്ടോ? എന്താ ഉറപ്പുവരുത്തുന്നവര്? എല്ലാ പ്രവർത്തനങ്ങളും, ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എഫിഷ്യന്റ് എന്ന് വെച്ചാൽ ഒരു കാര്യക്ഷമമായിട്ട്, സുഗമമായിട്ടും കാര്യക്ഷമമായിട്ടും നല്ല രീതിയിലും നടക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും എന്നുള്ളത് ഉറപ്പുവരുത്തുക. Make sure that all the departments function in a smooth and efficient manner. എല്ലാ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങളും സ്മൂത്ത് ആയിട്ടും കാര്യക്ഷമമായിട്ടും നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത നോക്കി. ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുക. Act as an official representative of hospital. ഹോസ്പിറ്റലിലുള്ള ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുക. അടുത്ത് നോക്കിയേ. നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്. സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി. ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ഗവേണിംഗ് ബോഡി എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി. റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ഡിവൈസിംഗ് എന്ന് വെച്ചാൽ ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. പ്ലാനിങ് എന്നുള്ള മീനിങ് ആണ്. ആനുവൽ ബഡ്ജറ്റുകൾ രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നതിന് ഇതിനുള്ള ഡൊണേറ്റ് സംഭാവന നൽകുക. വാർഷിക ബഡ്ജറ്റുകൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള സംഭാവനകൾ നൽകുക. ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ റിപ്പോർട്ട്സ്, ആനുവൽ ബഡ്ജറ്റ്സ്. ആനുവൽ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതിന്, ആസൂത്രണം ചെയ്യുന്നതിന്, രൂപപ്പെടുത്തുന്നതിനുള്ള സംഭാവന നൽകുക. ഇത്രയും ജോബ്സിലൊക്കെ വരുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഫംഗ്ഷൻസിൽ വരുന്നത്.
ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തുണ്ടോ, ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലാവാത്തുണ്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇതിനൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ചോദിക്കില്ല എന്ന് ഉറപ്പ് വരാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ, ഹോസ്പിറ്റൽ ഓപ്പറേഷൻ, പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസ്, അങ്ങനെ ഒരുവിധം നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തേർഡ് പോയിന്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് 3 പറയാമോ? ഓക്കെ, ലാസ്റ്റ് മൂന്നാമത്തെ പോയിന്റ്, ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് എന്നുള്ളതാണോ? എന്താണ്, ഒരു ഹോസ്പിറ്റലില് ഒരു പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുക, റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക, ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുക. അതായത് ഓവറോൾ കാര്യങ്ങള് ഈ അഡ്മിനിസ്ട്രേറ്റർമാരല്ല ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു എല്ലാത്തിന്റെയും ഒരു ഹെഡ് എന്നുള്ള നിലയിൽ ഒരു ഔദ്യോഗിക ഒരു പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ടീച്ചിങ് സെക്ഷനിലാണെങ്കിൽ അതിനൊരു HOD പോലെ ഇല്ലേ, എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും കയറി സംസാരിക്കാമല്ലോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഫങ്ഷൻസ് ആണ്. അപ്പൊ അത് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുക. പല കമ്മിറ്റികളിലും അഡ്മിനിസ്ട്രേറ്ററൊക്കെ ഉൾപ്പെടുന്നതുണ്ടല്ലോ കമ്മിറ്റികളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കമ്മിറ്റികളുടെ ചർച്ചയില് ഒക്കെ ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവർക്ക് അതിനകത്ത് പങ്കെടുക്കാം. ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, പ്രവർത്തിക്കുക, ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഹോസ്പിറ്റൽ. എല്ലാവരും കൂടി അതിനകത്ത് പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ തന്നെ ഒത്തിരി പേരില്ലേ. അപ്പൊ അതില് മെയിൻ ആയിട്ടുള്ളൊരു ഹെഡ് ഒരാള് സെലക്ട് ചെയ്തിട്ട് സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് ഒരാള് അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് അങ്ങനെയുള്ള ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യാം, പ്രവർത്തിക്കാം. അപ്പൊ മീറ്റിങ്ങുകളിൽ അഡ്മിനിസ്ട്രേഷനെ റെപ്രസെന്റ് ചെയ്ത ഒരാൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ പർച്ചേസിങ്ങിനൊക്കെ പർച്ചേസ് അതിനകത്ത് മാനേജർ, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് മാനേജർ. അപ്പൊ അങ്ങനെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്ത് നിന്നും ഈ അഡ്മിനിസ്ട്രേറ്ററിന് ഒഫീഷ്യലായിട്ട് ആ ഒരു കമ്മിറ്റിയില് അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് അവർക്ക് പങ്കെടുക്കാം. അതാണ് ഓക്കെ, ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ, ആക്ട് ചെയ്യാൻ, പ്രവർത്തിക്കാം ഹോസ്പിറ്റലിലെ. അത്രയാണ് ഫങ്ഷൻസ് വരുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിക്കുകയാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ഒരു നല്ല ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ഏതൊക്കെ നോക്കി ഒന്ന് പഠിച്ചു വെച്ച് എല്ലാവരും. ഈ ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് ഉണ്ടോന്നൊക്കെ ഒന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് നോക്കിയേ, മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. വർക്കിന് കഴിവ്, അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾക്ക് എന്ത് ജോലിയാണോ അതിന് നമുക്കൊരു കഴിവ് വേണം. നമ്മള് എന്താ വളരെ അതിന് നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ഒക്കെ ഓവറോൾ മാനേജ്മെന്റ് ആണ് ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് പിന്നില് നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നമ്മൾ പുറമേ നിന്നൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറിനെയൊക്കെ ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാൻ പോരുക. പക്ഷെ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ആ എല്ലാ കാര്യങ്ങളും സുഗമമായ രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടന്നു പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആരാ നിൽക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നമ്മൾ സിനിമ കാണാൻ ചെല്ലുന്നു, കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആക്ടേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലേ? ഓരോ ആക്ടേഴ്സിനെയാണ് നമ്മൾ നോക്കുന്നത്, നല്ല സിനിമയാണെന്ന് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി ആളുകളുടെ ഇതില്ലേ? നമ്മൾ പല പല സീനുകളും ഇതൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള ക്യാമറമാന്റെ ഇതാണ്, ട്രിക്കാണ്, അല്ലെ? ഓരോ മൈന്യൂട്ട് ആയിട്ട് ലൈറ്റ്, സൗണ്ട്, ക്യാമറ, പിന്നെ അതുപോലെ ഡയറക്ഷൻ, ഇതെല്ലാം അവർക്കിടയിൽ കൂടി കഥ നല്ലൊരു സ്റ്റോറി ഇല്ലെങ്കിൽ ആ സിനിമ ആക്ടർ എത്ര നന്നായിട്ടും ആക്ട് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെ? ആ സ്റ്റോറി, ആ കഥ നമുക്ക് ഇഷ്ടമാണ്.
അഭിനയത്തിന് പുറമെ നമുക്ക് ആ ഒരു സ്റ്റോറി ആദ്യം തന്നെ നമുക്ക് അത് നല്ലൊരു സ്റ്റോറി ആക്കി എടുക്കണ്ടേ. അപ്പൊ അത് നോക്കാം, അത് ഡയറക്ടർ, അത് സ്റ്റോറി എഴുതുന്ന ഇത് ഒക്കെ നമ്മളെല്ലാം അതിനെന്താണ് അതിനനുസരിച്ച് ഓരോ സീനുകൾ ഷൂട്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള പാട്ടുകൾ വരിക, അതിന്റെ ലിറിക്സ് എഴുതുക, വരികൾ. ഒരു പാട്ട് നമ്മൾ ഇഷ്ടം പോലെ പാടിക്കൊണ്ടിരിക്കും, പക്ഷെ ആ വരികളുടെ ഭംഗിയായിരിക്കും നമ്മള്. പിന്നെ അതിന്റെ ട്യൂൺ കൊടുക്കണം, മ്യൂസിക് കൊടുക്കണം, അല്ലെ? അങ്ങനെയൊക്കെ കുറെ സ്റ്റെപ്പുകളുണ്ട്. എന്നിട്ടാണ് ആ ഒരു സിനിമ നമുക്കത് ഇഷ്ടമാവുന്നേ. അപ്പൊ നമ്മളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണവരൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല കൂടുതലും. നമ്മൾ അതിനകത്ത് ആക്ടേഴ്സിനെയാണ് നോക്കുക, ഭംഗിയുണ്ട് എന്നുള്ളത്. പക്ഷെ അതിന്റെ പിന്നീട് അറിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്ര ഭംഗിയിലും ഓരോ കാര്യങ്ങളും, അതിന്റെ പിന്നീട് ആരാ നിൽക്കുന്നത്? അഡ്മിനിസ്ട്രേറ്ററാണ്, അഡ്മിനിസ്ട്രേഷനാണ്, ആ ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. ശരിയായ നടത്തിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ആദ്യം തന്നെ വേണ്ട ഒരു ക്യാരക്ടർ എന്താണ്? കോമ്പിറ്റൻസ് അറ്റ് വർക്ക് മസ്റ്റ് ഷോ. ആ ജോലിയിൽ കഴിവ് കാണിക്കണം. എല്ലാ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് വേണം. എല്ലായിടത്തും കണ്ടെത്തണം, അല്ലെ? എല്ലാവരും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആ ജോലിയിൽ ഒരു കഴിവ് വേണം. ഓക്കെ, മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. ഇവിടെ ജോലിയിൽ നമുക്ക് കഴിവ് വേണം. അടുത്തത് നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത് must be sensitive to organization and staff problems and requirements. Must be sensitive. സെൻസിറ്റീവ് ആയിരിക്കണം, നമ്മൾ അതിനോട് പെട്ടെന്ന് എന്ത് ചെയ്യാ, പ്രതികരിക്കണം. ടു ഓർഗനൈസേഷൻസ് ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. സ്റ്റാഫിന്റെ പ്രോബ്ലംസ്, പ്രശ്നങ്ങള്, അവർക്കുടെ ആവശ്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഇങ്ങനെ പ്രശ്നങ്ങള്, ഇതെല്ലാത്തിനോടും സെൻസിറ്റീവ് ആയിരിക്കണം. അതിനെയൊക്കെ വേഗം കണ്ടറിഞ്ഞ് ആവശ്യങ്ങൾ എന്താണ്, റിക്വയർമെന്റ്സ് എന്താണ്, അതിനുള്ള കാര്യങ്ങൾ കൊടുക്കുക. പ്രശ്നങ്ങൾ എന്താണ് അത് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. ഇങ്ങനെയുള്ളതിലൊക്കെ എന്തായിരിക്കണം, ഒരു സെൻസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഓർഗനൈസേഷന്റെയും സ്റ്റാഫിന്റെയും പ്രശ്നങ്ങളിലും റിക്വയർമെന്റ്സ് ആവശ്യകതകളിലും ഒക്കെ എന്ത് ചെയ്യാം, ഒരു സെൻസിറ്റീവ് ആയിരിക്കണം, ഒരു സംവേദനക്ഷമതയുള്ളവരായിരിക്കണം. സംവേദനക്ഷമത അല്ലെങ്കിൽ എന്താ, അതിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്, സെൻസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളത് എത്തിക്കുക, പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. രണ്ടാമത്തെ പോയിന്റ്. അടുത്ത് നോക്കിയേ, ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. എന്തിനാണ് ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. മുൻകൂട്ടി കാണുക. എന്ത് ചെയ്യാ, എന്തിനുള്ള കഴിവ് വേണം? മുൻകൂട്ടി കാണാനും പ്ലാൻ ചെയ്യാനും ഉള്ള ഒരു കഴിവ് വേണം. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും അതുപോലെ അത് മുൻകൂട്ടി കാണാനുമുള്ള കഴിവ് വേണം. ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. അടുത്ത് നോക്കിയേ, ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. എന്തിനുള്ള കഴിവ് വേണം? ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയ. പുതിയതും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ നമുക്ക് അതിനുള്ള ഒരു കഴിവ് വേണം. പുതിയതും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കാൻ നമുക്കൊരു എബിലിറ്റി വേണം, കഴിവ് വേണം. പുതിയ പുതിയ ഐഡിയകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പുതിയ പുതിയ ഐഡിയകളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു കഴിവ് വേണം. ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. പുതിയതും ക്രിയാത്മകവുമായിട്ടുള്ള ആശയങ്ങൾ ഒരു ബിൽഡ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഇതിന് നിർമ്മിക്കാനുള്ള ഒരു കഴിവ് വേണം എന്നുള്ളത്. അടുത്ത് നോക്കിയേ, ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ്, ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ്. ഇതിനുള്ള കഴിവ് വേണം. ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ്, ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ്. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഏകോപിപ്പിക്കുക. ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. ഡിസ്ട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ വിതരണം ചെയ്യുക. അപ്പൊ എന്താ, റിസോഴ്സുകള് കോർഡിനേറ്റ് ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ വിതരണം ചെയ്യാനുമുള്ള ഒരു കഴിവ് വേണം.
has the capacity to coordinate, organize and distribute resources. റിസോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള ഒരു കഴിവ് വേണം. അടുത്ത നോക്കിയേ, must be able to delegate work and make efficient use of his or her own time. Okay, must be able to delegate work and make efficient use of his or her own time. ഡെലിക്കേറ്റ് ആയിരിക്കണം. നമ്മൾ ജോലിയിനോട് എന്ത് ചെയ്യണം, ഒരു ആത്മാർത്ഥതയൊക്കെ കാണിക്കണം. ജോലിയിൽ ഡെലിക്കേറ്റ് ചെയ്യാനും നമ്മുടെ വർക്കിൽ ഡെലിക്കേറ്റ് ചെയ്യാനും ആൻഡ് മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് അവരുടെ ടൈം എഫിഷ്യന്റ് ആയിട്ട് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ആ ടൈം വിനിയോഗിക്കാനുമുള്ള ഒരു ഇത് വേണം. എഫിഷ്യന്റ് ആ ഒരു കഴിവ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനും കഴിയണം. ഓക്കെ, നമ്മുടെ വർക്കില് നമ്മളൊരു ആത്മാർത്ഥത കാണിക്കുക, ഡെഡിക്കേറ്റ് ആയിരിക്കുക. നമ്മൾ വെറുതെ സമയമൊക്കെ കളയാതെ നമ്മൾ ആ മാക്സിമം നമുക്ക് കിട്ടുന്ന നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ ടൈം അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനും കഴിയണം, ഉപയോഗിക്കുകയും ചെയ്യണം. അടുത്ത നോക്കിയേ, എബിലിറ്റി ടു പെർസ്യൂഡ് ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. പെർസ്യൂഡ് എന്ന് വെച്ചാൽ മോട്ടിവേറ്റ്, എബിലിറ്റി ടു pursued and develop people. Pursue ചെയ്യുന്ന വെച്ചാൽ മോട്ടിവേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ്. അപ്പൊ ആളുകളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യിക്കാനും ഒരു മോട്ടിവേഷൻ കൊടുക്കാനും ആളുകളെ വികസിപ്പിക്കാനും ഉള്ള കഴിവ് വേണം. ഡെവലപ്പ് ചെയ്യാനും അവർക്ക് ഓരോ കാര്യങ്ങള് അവരുടെ എന്താ കൂടുതൽ അവര് എല്ലാം മോട്ടിവേഷൻ കൊടുത്ത് അവരെ കുറച്ചും കൂടി നല്ല രീതിയിലേക്കൊക്കെ കൊണ്ടുവരാനൊക്കെ ഉള്ളൊരു കഴിവ്. ഓക്കെ, എബിലിറ്റി ടു പെർസ്യൂഡ് ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. പിന്നെ അടുത്തൊക്കെ ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ആയിരിക്കണം, നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം, നല്ല ആശയവിനിമയം വേണം. നമ്മൾ ഇതൊന്നും സംസാരിക്കുന്ന അധികം ചില ആളുകളുണ്ട്, അധികം സംസാരിക്കില്ല. അപ്പൊ അവർക്ക് ഇതൊന്നും നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഇതുപോലെ മാനേജ് ചെയ്യണമെങ്കിൽ ഒക്കെ എന്ത് വേണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെ? നല്ല സംസാരം വേണം. എല്ലാവരും മാനേജ് ചെയ്തുകൊണ്ട് പോകാനും എല്ലാവരും കണ്ടറിഞ്ഞ് ചെയ്യാനും ഒക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്തായാലും അവർക്ക് വേണം. നല്ല ആശയവിനിമയം നടത്തുന്ന ഒരാളായിരിക്കണം, നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നോട്ട് ചെയ്തിടാം. ഫാൾസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് വായിച്ചു നോക്കണ്ട പോയിന്റ്സ്. എനിക്കൊരു പോയിന്റ്സ് കിട്ടാത്തുണ്ടോ? എല്ലാം ക്ലിയർ ആണല്ലേ? ഇത്രയും കാര്യങ്ങള് കഴിവുകളൊക്കെ വേണം. ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരാക്കുകയാണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് centers on preparing bills and invoice. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് കേന്ദ്രസ്ഥാനം അല്ലെങ്കിൽ ഉറവിടമാണ് ഏതിന്റെ? ബില്ലുകളുടെയും ഇൻവോയ്സുകളുടെയും ഒരു ഉറവിടം അല്ലെങ്കിൽ അതൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. ബില്ലുകളും ഇൻവോയ്സ്. ബില്ല് ഇൻവോയ്സ് എന്താ വ്യത്യാസം? ബില്ല് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ. ലിമിറ്റഡ് ഡീറ്റെയിൽസ് ആ ബില്ലിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ കുറെ ബില്ലിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ഉണ്ടാവും. അതാണ്, കൂടുതൽ ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബില്ലിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽ അടങ്ങിയിട്ടാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്.
അപ്പൊ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ബില്ലുകളും ഇൻവോയ്സുകളും എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. അത് അതിന്റെ ഒരു കേന്ദ്ര സ്ഥാനമിടം ആണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്. ഫിനാൻഷ്യൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. മെയിൻറ്റെയിനിങ് ഓക്കെ മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഫിനാൻഷ്യൽ റെക്കോർഡുകൾ പരിപാലിക്കുന്നു. ലുക്കിംഗ് ഓവർ കോൺട്രാക്ട് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ് ആസ് റിക്വയർഡ്. ലുക്കിംഗ് കോൺട്രാക്ടറുകൾ നോക്കുന്നു, ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്കൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഡേറ്റാബേസ്. കോൺട്രാക്ട് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ് ആസ് റിക്വയർമെന്റ്സ്. നമുക്ക് എന്താണ് നമ്മൾ ആ ഡേറ്റാബേസുകൾ ആവശ്യാനുസരണ ഡേറ്റാബേസുകൾ, കോൺട്രാക്റ്റുകൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അതൊക്കെ നോക്കുന്നു. ഇത്രയും ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കട്ടോ. ഫിനാൻഷ്യൽ റെക്കോർഡുകൾ മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അടുത്ത ഡേറ്റാബേസുകൾ നമ്മൾ ആവശ്യം പോലെ ഒക്കെ നോക്കുക. പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യുക. ആവശ്യം പോലെ നോക്കി അത് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഓവറോൾ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ നോക്കാം. The job also necessitates seeing to it that all the information is entered correctly and making financial reports. എല്ലാ വിവരങ്ങളും ശരിയായിട്ട് അവര് ഓരോന്നും എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നൽകിയിട്ടുണ്ടെന്നും ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു ജോലിയാണ്. Okay, their job also necessary. അവരുടെ ജോലിക്ക് അത്യാവശ്യമാണ് എന്ത്, seeing to it that all the information is entered correctly. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിലേക്കൊക്കെ നമ്മൾ എല്ലാവരും എൻട്രി ചെയ്തിട്ടുണ്ടെന്നും ആൻഡ് മേക്കിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും ഒക്കെ അവരുടെ ജോലിയിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. Their role is often overlooked owing to its back-end nature. അവരുടെ എന്താണ് ആ ബാക്ക്-end നേച്ചർ കാരണം. ബാക്ക്-end നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, അവര് നേരിട്ടല്ല, അവരൊരു ബാക്കിൽ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു ബില്ല് സെറ്റ് ചെയ്യണം, ഇത് ഇതാക്കണം, നമ്മള് ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് പോയി അവര് നേരിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യല്ല. അതായത് അവര് ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്നവരാണ്. അതായത് നമുക്കപ്പൊ നമ്മൾ അടയ്ക്കേണ്ട ക്യാഷ് കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് അത് ശരിയാക്കി തരും. ബില്ലുകളുടെ കാര്യങ്ങളും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇതും ഒക്കെ അവരാണ് ഡീൽ ചെയ്ത് പോകുന്നത്. അവരെന്ന് വെച്ചാൽ നേരിട്ട് ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്നതല്ല, ഒരു ബാക്ക് നേച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, their job while their role is often overlooked owing to its back-end nature. അതായത് നേരിട്ട് അവർ വിസിബിൾ അല്ല, അതാണ് ബാക്ക്-end നേച്ചർ കാരണം. Billing clerks provide a valuable support to clinicians in that they support provides to get paid for service rendered. അതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ബാക്ക്-end നേച്ചർ ആണെന്ന് പറഞ്ഞു. നേരിട്ട് അവരതിലേക്ക് ആക്റ്റീവ് അല്ല, എങ്കിലും ബില്ലിംഗ് ക്ലർക്ക് പ്രൊവൈഡ് ഒരു നല്ലൊരു സപ്പോർട്ട് ക്ലിനിഷ്യന് കൊടുക്കുന്നുണ്ടെന്ന്. ആ in that they support provide to get paid for services rendered. അപ്പൊ അവര് ചെയ്യുന്ന ആ ജോലിക്ക് അതേ ക്ലിനിഷ്യന് സാലറി ഒക്കെ കൊടുക്കണമെങ്കിലൊക്കെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അവരാണ് നോക്കുന്നത്. എത്ര ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ മന്ത്ലി അവർക്ക് ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് അതൊക്കെ നോക്കിയിട്ട് അവരുടെ സാലറി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതൊക്കെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ ഒരു ബാക്ക്-എൻഡ് അല്ലാതെ നേരിട്ട് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് സാലറി കൊടുക്കുകയല്ല ചെയ്യുന്നത്, നേരിട്ട് അവർ സാലറി കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. പക്ഷെ അവർ ബാക്ക്-എൻഡിലാണെങ്കിലും ആ സാലറി ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാനും എല്ലാവരും ഒക്കെ കറക്റ്റ് നോക്കി ആ ഇത് ക്യാഷ് സെറ്റ് ചെയ്ത് ചെയ്യാനും ഒക്കെ അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അവരാണ് ഇത്ര എമൗണ്ട് ആ സാലറിയുടെ ഇതൊക്കെ കൊടുത്ത് ചെയ്യുന്നത്. അപ്പൊ അവര് ഈ ക്ലിനിഷ്യന് എന്താണ് നല്ലൊരു വാല്യുബിൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഇത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ബില്ലിംഗ് ക്ലർക്ക്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബില്ലിംഗ് ക്ലർക്ക് ഇതൊരു എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്.
ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു പേര് ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറയും. Also known as billing clerk. They provide valuable support to clinicians in that they provide to get paid for services rendered. Then they are expected to understand the claim submission and reimbursement protocol for both government and private insurers. ഗവൺമെന്റിനും അതുപോലെ തന്നെ they are expected to understand the claim submission and reimbursement എന്ന് വെച്ചാൽ എന്താ റീഎംബേഴ്സ്മെന്റ് നമ്മൾ ചെലവഴിച്ച പണത്തിനുള്ള തിരിച്ചടവാണ് റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകം ചെലവഴിച്ച പണത്തിനുള്ള ഒരു തിരിച്ചടവ്. എല്ലാ ഗവൺമെന്റിനും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്കുമുള്ള ഒരു ക്ലെയിം സമർപ്പിക്കലും ക്ലെയിം സബ്മിഷൻ സർക്കാരിനും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻഷുറൻസ് പ്രൈവറ്റ് ഇൻഷുറൻസ് ഗവൺമെന്റിനും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള ക്ലെയിം സമർപ്പിക്കുന്നതിനും അതിന്റെ റീഎംബേഴ്സ്മെന്റ് പ്രോട്ടോകോളുകളും അവർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എന്താണ് അവർക്കത് മനസ്സിലാവണം. ക്ലെയിം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു നോളജ് വേണം. They are expected to understand claim submission and reimbursement protocol for both the government and private insurers. അപ്പോൾ ഗവൺമെന്റിനും പ്രൈവറ്റ് ഇൻഷുറൻസും ഉള്ള ക്ലെയിം സമർപ്പിക്കലും റീഎംബേഴ്സ്മെന്റ് പ്രോട്ടോകോളുകളും അവർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത് നോക്കിയ ലാസ്റ്റ് സെന്റൻസ് ക്ലർക്ക് ഓൾസോ offer important insight into a hospital or clinic's employee complaints, effort and responsibility. ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ക്ലിനിക്കുകൾ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ പാലിക്കാനുള്ള എഫേർട്ടുകൾ അവിടെ ഫോളോ ചെയ്യേണ്ട അവര് പാലിക്കേണ്ട എഫേർട്ടുകളിലും അതിന്റെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് ഉള്ള പ്രധാന ഉൾക്കാഴ്ചകളും ഈ ബില്ലിംഗ് ക്ലർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ബില്ലിംഗ് ക്ലർക്ക് ഓൾസോ ഓഫർ ഇമ്പോർട്ടന്റ് ഇൻസൈറ്റ് into the hospital or clerk complaints, effort and responsibilities. ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ക്ലിനിക്കുകളിലും പാലിക്കാനുള്ള എഫേർട്ടുകളും റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചുള്ള പ്രധാന ഉൾക്കാഴ്ചകളും ബില്ലിംഗ് ക്ലർക്സ് ഓഫർ ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു. അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത് ബില്ലിംഗ് ക്ലർക്ക്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. Billing specialist sentence on preparing bills and invoice, maintaining financial record, looking over contract and updating database as requirements. The billing clerk is also known as billing specialist is also known as billing clerk. ആ രണ്ട് കാര്യങ്ങളും ഒന്ന് നോക്കി വെച്ചിരിക്കാം അവിടെ. പിന്നെ ഞാൻ ഇമ്പോർട്ടന്റ് പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അത് നോട്ട് ചെയ്തെടുത്തില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ഫങ്ഷൻസ് ആണ്. അത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇത് പഠിക്കണം. ഏതൊക്കെ പൊസിഷനുകള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർവഹിക്കാം? പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതിന്റെ 3ന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കാം. ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. 2-3 പ്രാവശ്യം വായിച്ചത് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ എടുത്തത് ഇത് നോക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്. ഹോസ്പിറ്റലിന് പുറമെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് അതിനകത്ത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചത് ഇതിനകത്തും അവരുടെ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ഡ്യൂട്ടീസ് കണ്ടോ? അത് 5 എണ്ണം. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരാം കേട്ടോ. ഡ്യൂട്ടീസ് എന്നുള്ളത് നോക്കി വെക്കാം. പിന്നെ അടുത്തത് അതിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോ പിന്നെ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്കില്ലുകൾ നോക്കണം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് റോള് സ്കില്ലുകൾ നോക്കാം. ടെക്നിക്കൽ സ്കില്ല്, ഹ്യൂമൻ സ്കില്ല്, കൺസെപ്ഷൻ സ്കിൽസ് അത് നോക്കാം.
പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ നോക്കാം. ഏതൊക്കെയാണ് ഇതിന്റെ പേഴ്സണൽ ഉണ്ട്, ഇൻഫോർമേഷൻ ഉണ്ട്, ഡിസിഷണൽ റോൾസ് വരുന്നുണ്ട്. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇലമെന്റ്സ് ചോദിക്കാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ തന്നിട്ട് അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഒന്ന് നോക്കണം കേട്ടോ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ് അങ്ങനെയുള്ളത് അതൊക്കെ നോക്കാം. പിന്നെ അതിനകത്ത് ഓരോന്നിന്റെ ലൈനും നോക്കാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു ചാപ്റ്റർ. അഡ്മിനിസ്ട്രേറ്റർ റൂട്ടിനിൽ ലാറ്റിൻ വേർഡ്, അഡ്വാൻഡ് ആൻഡ് മിനിസ്ട്രേറ്റ് ലാറ്റിൻ വേർഡ് ആണുള്ളത്, അത് നോക്കി വെക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അടയാളപ്പെടുത്തി വെച്ചത്. ഗൈഡ് മാത്രം പഠിച്ചാൽ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ചിലര് ക്ലാസ്സിൽ കയറാൻ പറ്റിപ്പോ എല്ലാവർക്കും നമ്മള് ക്ലാസ്സുകളെ കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മള് ഫസ്റ്റ് പേരെ ലൈവിൽ കയറുന്നത്, ഇതിനകത്ത് ഒത്തിരിയോ ആളുകൾ കൂടുതലാണ് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവര്. അപ്പൊ റെക്കോർഡ് ക്ലാസ്സും ചില കുഞ്ഞുങ്ങളുള്ളവര് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ട് നമുക്ക് ക്ലാസ് പ്രോപ്പറായിട്ട് ലൈവിൽ കയറാൻ പറ്റുന്നില്ല, റെക്കോർഡൊക്കെ കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഇതും കൊണ്ടാണ് അതിനകത്ത് വേറൊന്നുമില്ല. ഈ ചാപ്റ്ററിൽ നിന്നുള്ള 1 വേർഡ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള 1 വേർഡ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് കുറെയൊക്കെ ചോദിക്കും. ഇതൊക്കെ തന്നെയല്ലേ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. നിഷാമം പറഞ്ഞില്ലായിരുന്നോ, ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞില്ലേ? അത് എങ്ങനെയാന്ന് വെച്ചാ ഇപ്പൊ നിങ്ങള് ക്ലാസ് റെഗുലർ കണ്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് അവിടേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ചാപ്റ്ററും നിങ്ങൾ വായിച്ച് ഇത് തന്നെ, ഇതിനകത്തുനിന്ന് അല്ലാത്ത ഒന്നും ഉണ്ടാവില്ല എന്തായാലും. നമ്മുടെ ഈ പ്രിന്റഡ് നോട്ട് തന്നെയായിരിക്കും അത് പഠിക്കാനായിട്ട് എളുപ്പത്തിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല പറഞ്ഞേക്കുന്നത്. 100% മാർക്കും പറഞ്ഞോ? ആരാ പറഞ്ഞേ? അതെനിക്കറിയില്ല. എന്തായാലും ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനമൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ച് പാസ്സാവാന്നുള്ള ഇതിനകത്തായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങളിവിടെ പറഞ്ഞേക്കണേ, കൂടുതൽ എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ വന്ന് പറയാം. വേറെ ആരും ചോദിച്ചില്ല. ഗൈഡ് ഇങ്ങനെ ഉണ്ട്, എന്തായാലും ഗൈഡ് ഉണ്ട്. അത് ഇത് തന്നെ ഓരോ ചാപ്റ്റർ വൈസ് കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നേക്കുന്നതാണോ ഗൈഡിന്റെ ഒക്കെയോ? അതും എനിക്ക് അറിയില്ല കേട്ടോ, എങ്ങനെയാന്ന് ഇവിടെ നിന്ന് കൊടുക്കുന്നത് എന്താണെന്നുള്ള എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് തന്നിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മള് തേർഡ് മോഡ്യൂൾ നമ്മൾ ഇന്ന് തീർത്തിട്ടുണ്ട്. തേർഡ് മോഡ്യൂൾ കഴിഞ്ഞ് ഇനി ഫോർത്ത് മോഡ്യൂളിലെ 3 ചാപ്റ്റർ ആണ് നമുക്ക് നിൽക്കുന്നത്. അതായത് ഫോർത്ത് മോഡ്യൂളില് നമുക്ക് 3 ചാപ്റ്റർ ഉണ്ട്. അതിൽ നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്. ഫോർത്ത് മോഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രഡക്ഷൻ 5 മിനിറ്റ് ഉണ്ടല്ലോ, 5 മിനിറ്റ് ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ്. പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ എത്ര കിടക്കുന്ന 48 ആണ്. 48 ആണ്. അത് ഉള്ളവരൊന്ന് എടുത്തു വെക്കുക കേട്ടോ. 5 മിനിറ്റ് ഉണ്ടല്ലോ. ഞാനൊന്ന് ഷെയർ ചെയ്തിടാം. ക്വാളിറ്റി മാനേജ്മെന്റ്
ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഇത്തിരി വലിയൊരു ചാപ്റ്റർ, ഒരുപാടില്ല, എങ്കിലും ഒരു സെക്ഷൻ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുറെ ഫോർമുലാസ് ആണ്. അപ്പൊ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് അതിന്റെ ഫോർമുലാസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഫോർമുലാസ് മാത്രമേ അതിനകത്ത്. ഇവിടെ തുടങ്ങി ഫുള്ള് ഫോർമുലാസ് ആണ്. പ്രിന്റ് എടുത്തായിരുന്നു നിങ്ങൾ? ആർക്കെങ്കിലും കയ്യിലുണ്ടോ പ്രിന്റ്? അപ്പൊ ജസ്റ്റ് 2-3 മിനിറ്റ് ഉള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെക്കാന്ന് വിചാരിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. അപ്പൊ അതിനകത്ത് ഈ ഒരു സെക്ഷൻ മുതൽ നമുക്ക് എക്സാമിന് നിങ്ങൾക്ക് അതിന് എന്തായാലും 1-2 ഫോർമുലാസ് എന്തായാലും ഒരെണ്ണെങ്കിലും ചോദിക്കാതിരിക്കില്ല. ഒരു 32 എണ്ണമുണ്ട് പഠിക്കാൻ. ഞാനത് കുറച്ച് തരാം. ഇമ്പോർട്ടന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഫോർമുല. ബാക്കിയൊക്കെ ഒന്ന് അത് എളുപ്പമാണ് പഠിക്കാനും, കുഴപ്പമില്ല. അങ്ങോട്ട് ഒരു ചാപ്റ്റർ പെട്ടെന്ന് തീരും. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമുക്കറിയാം ക്വാളിറ്റി നമ്മളെ ഗുണമേന്മ. നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റി നോക്കൂലേ? ക്വാളിറ്റി നോക്കാറുണ്ടോ അല്ലെ? നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ക്വാളിറ്റി ഉണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മെറ്റീരിയൽസുകൾ, ഹോസ്പിറ്റലിലേക്കുള്ള മെറ്റീരിയൽസുകൾ വാങ്ങുമ്പോൾ അതിന്റെ ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി എങ്ങനെ മാനേജ് ചെയ്യാം. ഹോസ്പിറ്റലില് നല്ല ക്വാളിറ്റിയില് എല്ലാം ഇതൊക്കെ ക്വാളിറ്റി ഉള്ള നല്ല സർവീസ് ആണ് ഹോസ്പിറ്റലില് തരുന്നെങ്കിൽ അതല്ലേ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ഇഷ്ടം വരുള്ളൂ അല്ലെ? എല്ലാം നല്ല നീറ്റ് ആണ്, പെർഫെക്റ്റ് ആണ്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ചെല്ലുള്ളൂ. നമ്മളിപ്പോ ഒരു വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു നല്ല നീറ്റ് ആൻഡ് ടൈഡി, അത് വളരെ അത്യാവശ്യമല്ലേ? നീറ്റ് ആയിട്ട് കിടക്കുമ്പോഴല്ലേ ആ ഒരു നമുക്ക് അറിയാം, മൊത്തത്തിൽ അറിയാം. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ? ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ചാപ്റ്ററില് ക്വാളിറ്റി കെയർ, അതിനകത്ത് വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ, പിന്നെ അതിനകത്ത് ഓരോ കമ്പോണൻസ് ഏതൊക്കെയാണ് ഇതിന്റെ കമ്പോണൻസ്, ക്വാളിറ്റി കെയറിന്റെ കമ്പോണൻസ്. പിന്നെ അതിനകത്ത് പിന്നെ വരുന്നത് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുക. എന്തിനാ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലൊക്കെ അതിനകത്ത് ഓരോ ഈ 32 ഫോർമുലാസ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാര്യങ്ങൾ നോക്കി അതിന്റെ ആ ഫോർമുലാസ് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അവര് ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ ഫോർമുലയിൽ നമുക്ക് പെർസെന്റേജ് കണ്ടുപിടിച്ചിട്ട് എത്ര ശതമാനം ഹോസ്പിറ്റലിൽ ആ അവർ പറയുന്ന മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അത് നോക്കിയിട്ടാണ് നമുക്ക് ആ ഹോസ്പിറ്റലിന് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗീകാരം ഹോസ്പിറ്റലിന് കൊടുക്കുന്നത്. അപ്പൊ അതിന് പല ഇതുണ്ട്. JCI ഉണ്ട്, NAB ഉണ്ട്. NAB എന്ന് പറഞ്ഞൊരു ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഹോസ്പിറ്റലിനൊക്കെ ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് NAB എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഒക്കെ അവർ എത്രമാത്രം ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ആ ഹോസ്പിറ്റലിനാണ് NAB അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ NAB അക്രഡിറ്റഡ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% എല്ലാ കാര്യങ്ങളും എല്ലാ ക്വാളിറ്റിയും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് നല്ല പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ? നമുക്ക് നല്ലൊരു പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റല് ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ പേഷ്യൻസിന് നല്ലൊരു സർവീസ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ NABിന്റെ ആണ് അത് പറയുന്ന മാനദണ്ഡങ്ങൾ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗീകാരം കൊടുക്കും, NAB അക്രഡിറ്റേഷൻ കൊടുക്കും. അപ്പൊ ആ ഹോസ്പിറ്റലിൽ 100% എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് ക്വാളിറ്റി എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരുന്നത്. നമുക്കറിയാം ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം നല്ലതാണ് അല്ലെ, ഒരു കാര്യം ഇത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു 2 സെന്റൻസ് മാത്രം ഒന്ന് പറയുന്നത് തുടങ്ങിയതല്ലേ. To the ordinary person, quality is how good something is. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ? നമ്മളൊരു ഡ്രസ്സ് വാങ്ങി, അപ്പൊ നമ്മൾ നോക്കും, തുണിയിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കും, നല്ല ക്വാളിറ്റി ഉണ്ടോ? അത് പറയുന്നത് ക്വാളിറ്റി ഉള്ള തുണിയാണ്. പ്രൈസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, അതിന്റെ ക്വാളിറ്റിയും നല്ലത്.
എന്താ അത് നല്ലതാണോ എന്നല്ലേ നമ്മൾ നോക്കുന്നേ? അതല്ലേ നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് അതാണ് ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് ക്വാളിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് അതാണ് ക്വാളിറ്റി. ദിസ് ക്യാൻ ബി എ സർവീസ്. ഇതൊരു സർവീസ് ഒരു സേവനമാകാം. എക്സാമ്പിൾ ക്യാൻറ്റീൻ സർവീസ് ഫോർ എ പ്രൊഡക്റ്റ്. അത് സർവീസ് ആവാം, ക്യാൻറ്റീൻ സർവീസ്. അപ്പൊ അവിടെ നല്ല ക്വാളിറ്റി നല്ല ചായ കിട്ടണം, അല്ലെ? നല്ല ഫുഡ് അവിടെ കിട്ടണം, എന്നാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതൊരു സേവനമാകാം നമുക്ക്. അല്ലെങ്കിൽ ഓർ എ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്താവാം ഒരു പ്രൊഡക്റ്റ്, ഒരു വാച്ച്, റിസ്റ്റ് വാച്ച് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് പറയില്ലേ? നിങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനെ പറയില്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്, നമ്മൾ കൊടുത്ത പൈസക്കുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറയും, അല്ലെ? അതൊരു സേവനമാകാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം. A person's judgment about a service or product relies on what he hopes for it or from it. അപ്പൊ ഒരാൾ എങ്ങനെയാ ജഡ്ജ് ചെയ്യുന്നത്? ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? റിലൈസ് ഓൺ വാട്ട് ഹി ഹോപ്പ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അവൻ അതിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ അതിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. Some of the words used to explain the quality. ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേർഡ്സ്. ബ്യൂട്ടിഫുൾ നമ്മൾ പറയൂലേ, നല്ല മനോഹരമാണ്, എന്താണ്? ഓർ അട്രാക്റ്റീവ്. ഇത് ക്വാളിറ്റീനെ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊരു 5 എണ്ണം ആ വേർഡ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. Some of the words used to explain the quality. ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. മനോഹരം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണ്. Then durable. Durable എന്ന് വെച്ചാൽ മോടിയുള്ള. മോടിയുള്ള. Meeting standards. മാനദണ്ഡങ്ങൾ പാലിക്കുക. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ പാലിക്കുക. അത് ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന ചില വേർഡ്സ് ആണ്. Then healthy. Value for money. പണത്തിനുള്ള മൂല്യം. ഓക്കെ, ഇത്രയും വേർഡ്സുകൾ ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് അതാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ അതിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ആ ക്വാളിറ്റി എന്നത് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഇതൊന്ന് പ്രിന്റ് എടുത്ത് വെച്ചേരെ കേട്ടോ.